ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ കട്ട്ലേറ്റ് തയ്യാറാക്കാം. അതിനുവേണ്ടി ചിക്കൻ കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചുടച്ച് അതും എടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായത് സവാള ചെറുതായി അരിഞ്ഞതും ചെറുതായി അരിഞ്ഞ കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം തീരെ പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. പിന്നെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട നന്നായിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് കട്ട്ലേറ്റിൻ്റെ മിക്സ് തയ്യാറാക്കാം. അല്പം എണ്ണ ഒഴിച്ച് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളകും നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിൽ സവാള ചേർത്ത് നന്നായിട്ട് ഒരു ബ്രൗൺ കളറാകുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് അരിഞ്ഞു വെച്ച കറിവേപ്പിലയും ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് നല്ല ബ്രൗൺ കളറാകുന്നിടം വരെ ഇത് വഴറ്റിയെടുക്കണം. അതിന് നമ്മൾ അല്പം ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ വേവിച്ചപ്പോഴും ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യമനുസരിച്ച് ഇതിലിടാവൂ. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണാണ് കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇട്ടൊരു 2 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതും വന്ന് കഴിയുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ കൂട്ടുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് അതും ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇത് ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചിക്കനൊക്കെ തോർന്ന് വന്നിട്ടുണ്ട്. നല്ലതായിട്ട് വെന്തതായതുകൊണ്ട് നമ്മളതൊന്ന് പറ്റിച്ച് ഒന്ന് മൊരിയിച്ചെടുത്താൽ മാത്രം മതി. ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത്. അങ്ങനെ ചിക്കനും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങും എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇനി വേറൊരു പാത്രത്തിലേക്ക് വാക്കി നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്ത് അതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ ആ മിക്സിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി ചൂടായ തിളച്ച എണ്ണയിലിട്ട് ഇതൊന്ന് വറുത്ത് കോരിയെടുത്ത നമ്മുടെ രുചികരമായ ചിക്കൻ കട്ട്ലേറ്റ് റെഡിയാകും. ഞാൻ എല്ലാം കുഴച്ച് വെച്ച നല്ല ഓരോ പീസുകളാക്കി നല്ല ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. കട്ട്ലേറ്റാക്കി എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. നല്ല എളുപ്പം നമുക്ക് തയ്യാറാക്കാം. ചിക്കൻ കട്ട്ലേറ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ നന്നായിട്ട് പെട്ടെന്നുണ്ടാക്കി കുട്ടികൾക്കൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാതെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കും. ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നതാണ്. ഇങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അല്പം സോസും കൂടി കൂട്ടി കഴിച്ചാൽ മതി കേട്ടോ. അടിപൊളിയാണ്. നമ്മുടെ കട്ട്ലേറ്റൊക്കെ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. മറു സൈഡ് കൂടി വറുത്തിട്ട് കോരി നമുക്കെടുക്കാം. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.